നമസ്കാരം. മറുനാടും മലനാടും. മറുനാട്ടിലെ വിശേഷങ്ങൾ മലനാട്ടിലെത്തിക്കുന്നു. മറുനാടും മലനാടും. ഈ ദുബായിൽ, ഈ മറുനാട്ടിൽ വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കി ബിസിനസ്സും കമ്പനികളും നടത്തുന്ന ധാരാളം പേരുണ്ട്. ധാരാളം മലയാളികളുണ്ട്. അവർക്ക് വ്യത്യസ്തമായ ബിസിനസ്സിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരുമുണ്ട്. അങ്ങനെ ബിസിനസ് നടത്താൻ അല്ലെങ്കിൽ ഒരു കമ്പനി നടത്താൻ ദുബായിലേക്ക് വരുന്നവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്ന കൺസൾട്ടൻസി നടത്തുകയാണ് കോഴിക്കോട് സ്വദേശിയായ മലയാളിയായ ശ്രീ ജെയിംസ് മാത്യു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ അറേബ്യൻ റാഞ്ചസിലെ വില്ലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതാണ്ട് ഒരു 22 വർഷമായി ഞാനിവിടെ വന്നിട്ട്. 1991 ഇവിടെ വരുന്നു. അന്നൊരു 10,000 രൂപ കേരളത്തിൽ ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാലമാണ്. കാരണം അങ്ങനെയുള്ള കമ്പനികളില്ല, കൊടുക്കാൻ പറ്റുന്ന കമ്പനികളില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസിന് കണ്ടുമാനം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ് ഇത്. കാരണം ഇവിടെ നടക്കുന്ന മുഴുവൻ കൊമേഴ്ഷ്യലാണ്. ഏത് കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കും വേണ്ടത് അക്കൗണ്ടിങ്ങും ഓഡിറ്റും ഇതേപോലത്തെ സംഗതികൾ വേണം. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി പ്രൊഫഷണലുള്ള ഒരാൾക്ക് എപ്പോഴും അതിൻ്റേതായ എന്താ പറയുക സാധ്യതകൾ കൂടുതലുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണോ പഠിച്ചത്? ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു, ഇവിടെ വന്നില്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. കാരണം ആ പ്രൊഫഷനെ കുറിച്ച് അത്രമാത്രം നമുക്കറിയാമായിരുന്നു. കാരണം ഇന്നിപ്പോൾ ഇന്ത്യയിൽ 100 കോടിയിൽ പരം ജനങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് ആകെ 2.25 ലക്ഷം ആൾക്കാർ, 2.18 ലാക്സിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസേ ഉള്ളൂ. അപ്പം ഇതുമാതിരി സ്ഥാപനങ്ങളൊക്കെ ഉള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ളിടത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ഏത് രാജ്യത്ത് ലോകത്ത് എവിടെ ആയിക്കഴിഞ്ഞാലും ചാർട്ടേഡ് അക്കൗണ്ടൻസ് നല്ല പോസിബിലിറ്റി. ഈ പറഞ്ഞ 2,18,000-ൽ വളരെ കുറച്ച് പേര് മാത്രമേ ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളൂ. സാറിനെ പോലെ കുറച്ച് പേർ. 6,000 ചാർട്ടേഡ് അക്കൗണ്ടൻസോളം നമുക്കിവിടെ ഉണ്ട്, ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഈ 2,18,000-ൻ്റെ 6,000 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു നല്ല പെർസെൻറ്റേജ് നമ്മളിവിടെ ഈ മിഡിൽ ഈസ്റ്റ് എന്ന ഈ UAE എന്നുള്ള ചെറിയ രാജ്യത്ത് നമുക്ക് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. ഇനിയും കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് സാധ്യതകൾ വേണം എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ പറയണം. കാരണം ഇപ്പോൾ ഒരു കൊല്ലത്തിൽ 1,800 ചാർട്ടേഡ് അക്കൗണ്ടൻസേ പാസ്സാകുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് പാസ് പെർസെൻറ്റേജ് കുറവാണ്. അപ്പോൾ എല്ലാവരും സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദ ഹോൾ പ്രൊഫഷൻ സക്സസ്ഫുൾ ആണ്. പിന്നെ ഓരോരുത്തരുടെ ഔട്ട്ലുക്ക് മാതിരി ഇരിക്കും. സാർ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ജോലി മാത്രമല്ല ചെയ്യുന്നത്, ഒരു കൺസൾട്ടൻസി എന്നൊരു ലൈനിലേക്ക് വരുമ്പോൾ ഈ അതിൻ്റെ ഒരു പിന്നെയും സാർ അതിൻ്റെ സമാനമായ സാധ്യതകളിലേക്ക്, അങ്ങനെ മറ്റ് ശാഖകളിലേക്ക് മാറി ചിന്തിക്കുകയാണ്. ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ എക്സ്പോ 2020 എന്ന് പറയുന്ന ഒരു സംരംഭം വരുന്നുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഈ UAE എന്ന സ്ഥലത്തെ, ദുബായ് എന്ന സ്ഥലത്തോട്ട് ഉറ്റുനോക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺസൾട്ടൻ്റെയൊക്കെ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് നിങ്ങൾക്ക് ഇവിടെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റുക. കാരണം ഓരോ രാജ്യത്തും അവരുടേതായ ടാക്സ് നിയമങ്ങളുണ്ട്. സബ്സിഡറി കമ്പനിയായിട്ട് ഇവിടെ ഫോം ചെയ്യാൻ പറ്റും, ബ്രാഞ്ചായിട്ട് ഇവിടെ ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിപ്രസെൻറ്റേറ്റീവായിട്ട് ഫോം ചെയ്യാൻ പറ്റും. കാരണം ഈ UAE എന്ന മാർക്കറ്റ് മാത്രമല്ല ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള സകല വലിയ കമ്പനികൾ മുഴുവൻ അവരുടെ ഒരു ബേസ് ഈ ദുബായിൽ ഇട്ടേക്കുന്നത്. കാരണം ഇവിടെ നിന്ന് വിസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ രാജ്യങ്ങളിലോട്ടും പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യേണ്ടത് എല്ലാ രാജ്യങ്ങളിലെയും കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യം. ഞാനിപ്പോൾ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് CPA എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞ് എക്സാം പാസ്സായി ഡിഗ്രി ഉള്ളത്. കാരണം നമുക്ക് അവിടുത്തെ ടാക്സും അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ അവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് നമുക്കൊരു നല്ലൊരു കൺസൾട്ടിങ് ഒരു അഡ്വൈസറി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മേഖലകൾ മാറുന്നത്. ഓഡിറ്റിങ് ഒരു വളരെ ചെറിയ ശതമാനം കമ്പനികളെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സാർ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് എവിടെയൊക്കെ നമ്മൾ IT മേഖലകൾ, നമ്മളുടെ ഒക്കെ ഓഫീസുകളിൽ ഈ IT എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് വിച്ച് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ വിൽ ഫിറ്റ് ഇൻ ഫോർ ദം, ഏത് സോഫ്റ്റ്വെയറാണ് അവർക്ക് നന്നാകുക. അപ്പോൾ നമ്മളുടെ ആ പരിചയം വെച്ചിട്ട്, അപ്പോൾ അതൊരു ഏരിയയാണ്, വലിയ മേഖലയാണ്. പിന്നെ വേറെ പറയാൻ പറ്റുന്നത് ഹ്യൂമൻ റിസോഴ്സസ്, റിക്രൂട്ട്മെൻറ്റ്. എന്തുമാത്രം ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയാലും അല്ലാത്തവരായാലും UAE കയറി വരുന്നുണ്ട്.
ഈ ഞാൻ വരുമ്പോൾ ഏതാണ്ട് ഒരു 25 ലക്ഷത്തിൽ കുറവായിരുന്നു ഈ UAE പോപ്പുലേഷൻ 1 പോയിൻറ്റ്. ഇന്നിപ്പോൾ അത് 8.5 മില്യണിലെത്തിയിരിക്കുകയാണ്. അതായത് 20 വർഷം കൊണ്ട് നമ്മൾ ഏതാണ്ട് അതിൻ്റെ ഒരു 4 ഇരട്ടി വന്നിട്ടുണ്ട്. അതായത് എല്ലാ 5 ഇയറിലും ഡബിൾ ആവുമെന്ന് അർത്ഥം. ഇനി അങ്ങോട്ട് ചെല്ലുന്നതോടും കാര്യങ്ങൾ നമ്മുടെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ കമ്പനികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വിഷനും മിഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര സാധ്യതകളുള്ളൊരു സ്ഥലമാണ് ദുബായ്. ഇവിടെ ഈ ട്രേഡിന് അല്ലെങ്കിൽ കൊമേഴ്സിന് ഇത്രമാത്രം ഒരു പ്രാധാന്യം കൊടുക്കാൻ ദുബായെ സംബന്ധിച്ചിടത്തോളം വേറെ ഓയിൽ ഇൻകം കുറവാണ്. അപ്പോൾ ഇതിലാണ് ഒരു സാധ്യത എന്നുള്ളത് ഇവിടുത്തെ റൂളേഴ്സിൻ്റെ ഒരു കണ്ടെത്തലായിരുന്നു. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇല്ല. ബാങ്കുകളും ഫോറിൻ ബാങ്ക്സും അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ കമ്പനീസുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ടാക്സ് കൊടുക്കുന്നത്. ഇവിടെ ഓയിൽ കമ്പനീസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഇൻകം ഒന്നുമില്ല. അതേ സമയത്ത് നമുക്കിപ്പം റോഡ് ടാക്സ് ഉണ്ട്. അത് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ നാട്ടിലെ മാതിരി വണ്ടി 10 കൊല്ലം കൂടുമ്പോഴല്ല റിന്യൂ ചെയ്യുന്നത്, എല്ലാ കൊല്ലം റിന്യൂ ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ റിന്യൂവൽ ഫീസ് ഉണ്ട്. പിന്നെ ടോൾ സിസ്റ്റം വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് അവരുടെ ഇൻകം വരുന്നുണ്ട്. പിന്നെ ട്രേഡ് ലൈസൻസ്. ഇപ്പോൾ സിംഗപ്പൂരിൽ ഒരു കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു $1000 കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം സാധിക്കും. ആ സമയത്ത് ഇവിടെ നമുക്കൊരു $10,000 കൊടുക്കണം. പക്ഷേ അതിൻ്റേതായ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് ആൾക്കാർ ഇവിടെ വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയേറെ കമ്പനികൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതിനകത്തുനിന്നുള്ള ഇൻകം തന്നെ അവർക്ക് വലിയൊരു ഇൻകമാണ്. പിന്നെ കസ്റ്റംസ്. ഇത്രയും ട്രേഡ് നടക്കുമ്പോൾ വരുന്ന സാധനങ്ങളുടെ 5% ഡ്യൂട്ടി ലോക്കൽ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ 5% ഡ്യൂട്ടി ആയിട്ട് കസ്റ്റംസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പോർട്ടിൽ അവർക്കൊരു ഇൻകമാണ്. പിന്നെ നമ്മുടെ ഹെൽത്ത് കാർഡ്, ഈ എമിറേറ്റ്സ് ID അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും നമ്മളിപ്പം എല്ലാ കൊല്ലവും നമ്മുടെ എമിറേറ്റ്സ് ഐഡൻറ്റിറ്റി കാർഡ് റിന്യൂ ചെയ്യണം. ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ്. ലേബർ വിസ, അതിനുള്ള ഫീസ്, ഇമിഗ്രേഷൻ ഫീസ്, അങ്ങനെ പല പല ഫീസായിട്ടുള്ള ഇൻകമാണ്. അത് വെച്ചിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ അറേബ്യൻ രാജ്യത്തിലെ ഈ വില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും പച്ചപ്പാണ് ഇവിടെ. ഇവിടെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഇത് നമ്മൾ തന്നെയാണോ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇത് ഒരു ഓഫ്കോഴ്സ് മെയിൻ്റനൻസ് കമ്പനികളുണ്ട്. പക്ഷേ വൈഫ് ബിന്ദുവാണ് ഇതിൻ്റെ പുള്ളിക്കാരത്തിക്ക് ഇതൊരു വലിയൊരു ഹോബിയാണ്. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വെണ്ടയ്ക്ക, പാവയ്ക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്. വാഴ മുതലുള്ള സകല സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ രാവിലെ പോയി അവരോടൊന്ന് വർത്തമാനം പറഞ്ഞാലേ ഉള്ളൂ പുള്ളിക്ക് രാവിലത്തെ പരിപാടികൾ എനർജി ആവുള്ളൂ. അപ്പോൾ വൈഫ് കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രാക്ടീസ് മാനേജറായിട്ട്. അപ്പോൾ കോഴിക്കോടുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ബന്ധം എങ്ങനെയാണ്? കോഴിക്കോട് ഞാൻ ഒരു കൊല്ലത്തിലൊരു 3 തവണയെങ്കിലും പോകും. 4 തവണ പോകും. പേരൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അവരെ കാണാനായിട്ടുള്ള രീതിയിൽ ഞാൻ പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ അടുത്ത വീക്കിൽ കൽക്കട്ടയിൽ ഒരു കോൺഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് കോഴിക്കോട്ടേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ കൊച്ചിയിൽ പ്രവാസി ഭാരത് ദിനം വന്നിട്ടുണ്ടായിരുന്നു, അതിന് വന്നു. എമർജിങ് കേരളയ്ക്ക് വന്നിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അടുത്ത ഫ്ലൈറ്റ് കണക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. മക്കൾ, കുട്ടികൾ? എനിക്ക് 2 പെൺപിള്ളേരാണ്. ഒരാൾ 12th ഒരാൾ 8th പഠിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ലെഷർ ടൈമൊക്കെ എങ്ങനെ? ഒരു ഓഫ് ഡേയിൽ ഞാൻ കൂടുതലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആഗ്രഹിക്കുന്ന ആളാണ്. നെറ്റ്വർക്കിംഗ് എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും പരിപാടി ഉണ്ടായാലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും. അപ്പോൾ പോകാറുണ്ട്, പരിപാടികൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ പ്ലഷർ എന്ന് പറയുന്നത് പുതിയ ആൾക്കാരെ കാണുക, അവരുമായിട്ടുള്ള നെറ്റ്വർക്ക് ചെയ്യുക, അവരിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ അറിവ്, ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പം എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വർക്കുകൾ എപ്പോഴും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത്രയ്ക്കൊരു പ്രഷർ ലൈഫിൽ തോന്നാറില്ല. പിന്നെ ഫാമിലി ഓഫ് കോഴ്സ് ഫ്രൈഡേ ഈസ് ഓൺലി ഡേ. സാറ്റർഡേയും കുറച്ച് നേരം സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യും, അത്ര തന്നെ. ഇനി നമുക്ക് കുടുംബത്തിലേക്ക്. ജെയിംസ് മാത്യു സാറിൻ്റെ വീടിന് അകത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. അവിടെ ഭാര്യയും 2 കുട്ടികളും റെഡി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇനി നമ്മൾ കുടുംബസമേതം സംസാരിക്കാം. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് അവിടെ നിന്നിട്ട് ബിന്ദു 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഒരു പഴയ സിനിമയിൽ ജയറാം വിളിക്കുന്ന പോലെയാണ് ഓർമ്മ വന്നത്. സാറിൻ്റെ ഓഫീസിൽ സാറിനോടൊപ്പം വർക്ക് ചെയ്യുന്നു അല്ലേ? വിവാഹം കഴിഞ്ഞ ഉടനെ വരുമായിരുന്നു? അല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത്. CA തന്നെ? CA അല്ല, ഞാൻ MSc കെമിസ്ട്രി ആയിരുന്നു. മൈസൂരിലാണ് പഠിച്ചത്. അവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ. അപ്പോൾ അങ്ങനെ എത്ര വർഷമായപ്പോൾ ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഞാൻ 95 വന്നതാണ്. 95 മെയ്. അപ്പോൾ കുറച്ച് സസ്യങ്ങളുമായിട്ടും പച്ചക്കറി അല്ലെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് ആവശ്യമുള്ള കുറേ ചെടി വർഗ്ഗങ്ങൾ ഇവിടെ കണ്ടു. ഇതൊക്കെ സ്വന്തം? കുറേയൊക്കെ ഇവിടെ ഉള്ളവരും പിന്നെ ഗാർഡനേഴ്സ് ആഴ്ചയിൽ 2 ദിവസം വരും.
അല്ലാതെ ഇപ്പോഴാണല്ലോ വെതർ നല്ല സമയം തുടങ്ങുന്നത്. അപ്പം കുറച്ച് മല്ലി, കുറച്ച് പച്ചക്കറികൾ, പാവയ്ക്ക അതൊക്കെ കുറച്ച് ഉണ്ടാക്കും. എന്താ പേരെന്താ? Jaslyn. ജാ Jaslyn. ജാസ്ലിൻ. Jaslyn. എന്താ പേരിൻ്റെ അർത്ഥം? Mary. Happy. ഹാപ്പി. ഹാപ്പി അല്ലല്ലോ, പക്ഷെ Happy ആണ്. ഞാൻ നോക്കിയപ്പോൾ എന്തൊക്കെയോ ഹാപ്പി അല്ലാതിരിക്കുന്നല്ലോ. മോളുടെ പേര് പറയും. Jennifer. ജെന്നിഫർ. ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? നാഷണാലിറ്റി എവിടെയാണ്? Indian. ആണോ? ഇപ്പൊ എന്താ സ്റ്റാൻഡേർഡ് എവിടെയാണ് പഠിക്കുന്നത്? Emirates International School in 8th standard. 8th-ലാണല്ലേ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നാട്ടിലോട്ട് വല്ലതും പോകാറുണ്ടോ? നാട് എവിടെ? കേരളമാണെന്ന് അറിയാമോ? പോയിട്ടുണ്ടോ? അതൊക്കെ അറിയാല്ലേ. കേരളത്തിലൊക്കെ പോയിട്ടുണ്ടോ? കോഴിക്കോട്. ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? നല്ലോണം ഉണ്ട്. എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. സ്പോർട്സ് ഉണ്ട്, പിന്നെ വേറെ ഡിബേറ്റ്സ്, ന്യൂസ് പേപ്പർ ക്ലബ്സ്, പിന്നെ ഈവൻ മ്യൂസിക്, ഡ്രാമ. അപ്പോൾ ഏതിൽ വേണമെങ്കിലും പിള്ളേർ അതിൽ നിന്ന് തന്നെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പിള്ളേർ ഐഡൻറ്റിഫൈ ചെയ്യും. അവരുടെ തന്നെ ഏതാണ് കോർ സബ്ജക്റ്റ്, ചിലപ്പോൾ അതിനകത്തുനിന്നായിരിക്കും വരുന്നത് അവരുടെ. അപ്പോൾ ഈ ഹാപ്പി മോൾക്ക് ഏതിനകത്താണ് ഇൻട്രസ്റ്റ് എന്ന് നോക്കാം. ഈ വർഷം ഞാൻ എൻ്റെ സ്വന്തം ക്ലബ് തുടങ്ങി, ന്യൂസ് പേപ്പർ ക്ലബ്. ഇപ്പോൾ നമ്മളുടെ സ്കൂളിലുള്ള എന്താ സംഭവിക്കുന്നത് ന്യൂസ് പേപ്പറിലേതും. സ്കൂളിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ മണി റേസ് ചെയ്യാൻ നോക്കും. അതെങ്ങനെയൊക്കെയാണ് ചെയ്ത് ആരൊക്കെയാണ് കൂടുതൽ മണി റേസ് ചെയ്തേക്കണേ. പിന്നെ MUN പോലൊരു സാധനമുണ്ട്, MUN മോഡൽ യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, വളരെ സന്തോഷം നിങ്ങളുമായിട്ട് ഇത്രയും നേരം സംസാരിച്ചതിൽ. പക്ഷേ ഞാൻ മലയാള ഭാഷയെ നിങ്ങൾ കൈവിട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ വാക്ക് ചോദിക്കും. അത് പറയും, അതുപോലെ തെറ്റില്ലാതെ പറയണം. ജെന്നിഫർ പറയാൻ പാടുപെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി എടുത്തുകൂടാ. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഇത് ഏറ്റവും സിമ്പിൾ. എൻ്റെ കയ്യിൽ ഇതിനേക്കാൾ കടുപ്പമുള്ളതാണുള്ളത്. 10 തത്ത ചത്തു, ചത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത പച്ച, ചത്ത 10 പച്ച. 10 തത്ത പച്ച. It's so hard. 10 തത്ത ചത്തു, ചത്ത 10 പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. അമ്മയ്ക്ക് പറയാൻ അറിയാം, മോള് പറയും. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. പഠിച്ചു. Tatta chatta patta. No, pacha. Patta chatta. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഡൗട്ട് ഇല്ലാതെ പറഞ്ഞാൽ മതി. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. എങ്ങനെയൊക്കെയോ പാടുപെട്ട് ഒപ്പിച്ചു. സാറൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ ദുബായ്ക്കാരൻ വന്നു നാട്ടുകാർ പറയില്ലേ, ആ ദുബായിൽ നിങ്ങളുടെ ജീവിതം ഒന്ന് നേരിട്ട് കാണാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനുമാണ് ഇത്രയും സമയം ചെലവഴിച്ചത്. ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഒരു ഗിഫ്റ്റിലൂടെ തരികയാണ്. സാർ, ഇത് മോള് പിടിച്ചു. ജെന്നിഫർ, ഇത് ബെല്ലോ ബസ് റെന്റൽസ് ദുബായിലെ ഒരു വാഹന സംബന്ധമായ ആവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന വലിയ ബസ്സായോ ചെറിയ കാറുകളായാലും നമുക്ക് മറ്റേ ടൂർ പാക്കേജുകളൊക്കെ ഉണ്ട്. അങ്ങനെ ബെല്ലോ ബസ് നമുക്ക് നിങ്ങളുടെ ഈ ഫാമിലിക്ക് തരുന്ന ഒരു 2 ക്രൂസ് ഡിന്നറിന്റെ കൂപ്പൺ. 4 പേർ കൂടെ പോയി ഒരു ഡിന്നർ ആസ്വദിക്കാം. ഓക്കെ, താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് മണി നായർ എന്നാണ്. ഗൾഫിൽ വന്നിട്ടിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 കൊല്ലമായി. 94-ലാണ് ആദ്യം ഞാൻ ഇവിടെ വരുന്നത്. അതേ സ്ഥാപനത്തിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിൽസിലായിരുന്നു ആദ്യം വന്നിരുന്നത്, പിന്നെ ഓരോ പടവുകൾ കയറി ഇപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യണം ഇപ്പോൾ യൂറോസ്റ്റാറിൽ. യൂറോസ്റ്റാറിനെ കുറിച്ച് പറയാമെന്ന് പറയുമ്പോൾ ഒരു സാറ്റലൈറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ രംഗത്തുള്ള ഒരു ചാനൽസിൻ്റെ ഹാർഡ്വെയർ എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് മാത്രം ആണ് പൊതുവെ എല്ലാവരും കരുതുന്നത് ഇപ്പോഴും. പക്ഷേ അതിലുപരി യൂറോസ്റ്റാർ ഇന്ന് ഇപ്പോൾ 11 ഡിവിഷൻസാണ് യൂറോസ്റ്റാർ ഗ്രൂപ്പിലുള്ളത്. ടാബ്ലറ്റ്സ് ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങളിപ്പോൾ അടുത്ത് ഇറക്കിയ ഒരു 2 കൊല്ലത്തോളം കൂടി ടാബ്ലറ്റ്സ് ഡിവിഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു.
വളരെ മനോഹരമായിട്ട് അത് എന്താ പറയുക മാർക്കറ്റിലത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൺസ്യൂമേഴ്സ് അതിനെ കാരണം യൂറോസ്റ്റാറിൻ്റെ ഒരു സ്ലോഗൻ എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. പല ചൈനീസ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ പല മറ്റുള്ള തായ്വാനീസ് കമ്പനീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇത് എല്ലാ ബ്രാൻഡ്സിനെ പോലെ തന്നെ നമ്മളും ചൈനയിൽ നിന്നും കുറയുന്നൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ ക്വാളിറ്റിയിലും എന്താ പറയുക ആഫ്റ്റർ സെയിൽ സർവീസിനുള്ള ഒരു മികവ് മറ്റുള്ള ബ്രാൻഡ്സിനെക്കാട്ടിലും നമുക്ക് ഒരു പടി മുന്നിൽ നിന്ന് പറയാം. എനിക്ക് ഏറ്റവും അധികം മാൻ പവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഞങ്ങളുടെ കമ്പനിയിലുള്ളത് ഇന്ത്യൻസ് ആണ്. പക്ഷേ അതല്ലാതെ തന്നെ നമ്മുടെ CEO ആയ ഒരു ഫ്രഞ്ച് നാഷണലാണ് ചെയർമാൻ രാജു. പുള്ളി ഈസ് ഫ്രം നോർത്ത് ഇന്ത്യ. ഇവിടെ മകൻ ഷാൻ, പുള്ളി ഒരു US സിറ്റിസനാണ്. അപ്പോൾ ഇവരൊക്കെ അടങ്ങുന്നതാണ് സീനിയർ മാനേജ്മെൻറ്റ് ടീം. പല രാജ്യക്കാർ ഇവിടെ കോമ്പറ്റീറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക രാജ്യമാണ് ദുബായ് അല്ലെങ്കിൽ സൗദി അല്ലെങ്കിൽ ഗൾഫിൽ എവിടെയായാലും. അപ്പോൾ അവിടെ നമ്മുടെ കഴിവുകളെ തെളിയിക്കാൻ മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരായിട്ടും അല്ലെങ്കിൽ പിന്നെ ഇൻ്റർനാഷണലി മറ്റുള്ള എക്സ്പാറ്റ്സായിട്ട് നമുക്ക് നമ്മുടെ കഴിവുകളെ തെളിയിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ആത്മാർത്ഥതയെ റെസ്പെക്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ എൻവയറമെൻറ്റുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൊഫഷണൽ സെറ്റപ്പിലായാലും ശരി അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തായാലും ശരി വേറൊരു അന്തരീക്ഷമായിരുന്നു പ്രത്യേകിച്ച്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ആർക്കും കിട്ടുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഇതിൻ്റെ വലയത്തിനുള്ളിൽ നമ്മൾ ഒതുങ്ങിക്കഴിയുന്നു അല്ലെങ്കിൽ ആ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു, അവിടെ നമ്മൾ അതിന് സന്തുഷ്ടരാകുന്നു. പിന്നെ ഈ യുഗം എന്താ പറയുക പ്രത്യേകിച്ച് നമ്മുടെ ഇൻ്റർനെറ്റും ടെലിവിഷൻ മേഖലയും കുറേ അങ്ങനെ ഇങ്ങനെ ഇൻ്റർനാഷണലി ചാനൽസൊക്കെ നമ്മുടെ ലിവിങ് റൂമിൽ വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് എല്ലാവരുടെ കാഴ്ചപ്പാടും മലയാളി എന്നല്ല എല്ലാ രാജ്യക്കാരുടെ കാഴ്ചപ്പാടും ഓരോ രാജ്യത്തിൻ്റെയും ഓരോ സംവിധാനങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അങ്ങനെ യോജിച്ചു പോകാനുള്ളൊരു അതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഈ ഓർഗനൈസേഷനിൽ 450 പേരാണ് വർക്ക് ചെയ്യുന്നത് യൂറോസ്റ്റാറിൽ. സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, മസ്കറ്റ് ഈ പ്ലസ് ആഫ്രിക്ക ഈ സിറ്റീസിലൊക്കെയാണ് നമ്മുടെ ഇതുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ എന്നെ കമ്പനി ഓരോ പ്രോജക്റ്റും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ എന്താ പറയുക ഒരു നിശ്ചയമുണ്ടായിരുന്നു. എന്നെ കൊണ്ടത് എന്താ പറയുക നല്ല രീതിയിൽ അത് തീർത്തു കൊടുക്കാൻ പറ്റും കമ്പനിക്ക്, അല്ലെങ്കിൽ കമ്പനിക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ഓരോ പ്രൊജക്റ്റായാലും ശരി ചാലഞ്ചസ് ആയാലും ഓരോ വർക്കായാലും ശരി നമുക്കത് ചെയ്തു കൊടുക്കാനുള്ളൊരു ഒരു കേപ്പബിലിറ്റി തീർച്ചയായിട്ടും കമ്പനി അറിഞ്ഞുകൊണ്ടാണ് നമ്മളെ ഓരോ പദവിയിൽ അല്ലെങ്കിൽ ഓരോ അസൈൻമെൻറ്റ്സ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ 3ാമത്തെ എംപ്ലോയിയാണ് ഈ കമ്പനിയിൽ. അപ്പോൾ അവിടുന്ന് ഇത്രയും പടവുകൾ കടന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചെയർമാനായാലും ശരി ഡയറക്ടേഴ്സ് ആയാലും ശരി അവരൊക്കെ അത്രയും നമുക്കുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്, വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഒരു മൾട്ടി കൾച്ചറൽ ഓർഗനൈസേഷനാണ്. സത്യസന്ധതയോടുകൂടി നമ്മൾ ചെയ്യുന്നു. ആ അർപ്പണ ബോധം അതൊക്കെയാണ് എന്താ പറയുക പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇത് എൻ്റെ ഒരു കാര്യം എന്നല്ല, എല്ലാവരും നമ്മുടെ മുൻ നിരക്കാരായാലും ശരി നമ്മുടെ പൂർവികരായാലും ശരി നമ്മളെ ഓരോ പ്രവൃത്തികൾ അത്രയും ആത്മാർത്ഥത്തോടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിജയം 100%. ഈ സ്ഥാപനത്തിൽ തന്നെ തുടർന്നു പോകാനുള്ളൊരു മാനസിക അവസ്ഥയാണ് എപ്പോഴും ഉള്ളത് എനിക്ക്. അത് നാടിനോടോ അല്ലെങ്കിൽ നാട്ടിൽ പോയി വർക്ക് ചെയ്യാനുള്ളൊരു വിമുഖതയല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു ചുറ്റുപാടില്ല അല്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇത്രയും എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ചെറിയ ചോദ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്.
പാഷൻ പാർ എക്സലൻസ് എന്ന് പറഞ്ഞൊരു ഒരു വാചകമുണ്ട്. അതായത് എത്രയും ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ എത്രയും നമുക്ക് അത്രയും സമർപ്പണം നമ്മൾ സമർപ്പണ ബോധത്തോടുകൂടി നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ ഒരു റിവാർഡ് പ്രതീക്ഷിക്കാതെ അതാണ് അതിൻ്റെ പാഷൻ എന്ന് പറയുമ്പോൾ അതാണല്ലോ. നമ്മൾ ഒരിക്കലും ഇതാണ് എനിക്ക് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂലി ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടുന്ന കാരണമാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലാതെ കംപ്ലീറ്റ്ലി 100% നമ്മൾ പാഷനേറ്റോട് കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എക്സലൻസ് നമുക്ക് തീർച്ചയായിട്ടും ഏത് മേഖലയായാലും ശരി, അതിപ്പോൾ നമ്മൾ ഒരു ജോലിയായാലും ശരി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആർട്ടിസ്റ്റിക് ആയിട്ട് ഒരു എൻവയൺമെൻറ്റലായാലും ശരി, ഏതൊരു മേഖലയിലും ഐ തിങ്ക് പാഷനേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഡെഫിനറ്റ്ലി സക്സസ് ഇസ് ഗോയിങ് ടു ഫോളോ. എൻ്റെ ഹെഡ് മാസ്റ്റർ വരെ എന്നെ തുടക്കത്തിൽ എന്നെ വിളിക്കുന്ന ഹാനികരം ഇങ്ങോട്ട് വരൂ എന്നാണ് ആദ്യം തുടങ്ങുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷത്തിൽ കൂടുതലായി. 10 വർഷമായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നത് കുറച്ച് നാൾ സമാധാനത്തോടെ ജീവിക്കാനുള്ളൊരു അതായിരുന്നു ഉദ്ദേശിച്ചതാണ്. I heard that you've settled down, that you've found a girl and you're married now. I heard that your dreams came true. Guess she gave you things I didn't give to you. Old friend, why you so shy? മറുനാടും മലനാടിൻ്റെയും പ്രേക്ഷകർ തൃപ്തരാണെന്ന് കരുതുന്നു. ഇനി അടുത്ത ആഴ്ച. അതിനു മുമ്പ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഊർജം നൽകുന്നു. അതുകൊണ്ട് എഴുതുക, കൈനിറയെ സമ്മാനങ്ങളും നേടുക.